Welcome all to this video tutorial. In this session, we are going to discuss about the precedence and associativity of operators in the programming language C. നമ്മൾ ഓൾറെഡി പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും എങ്ങനെയാണത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ നമ്മളൊരു സപ്പോസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സ്പ്രഷൻ നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യാണ്, which contains different type of operators. Suppose x is equal to 7 plus 3 into 2. So ഈ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. 7 plus 3 into 2. പക്ഷെ നമ്മുടെ മനസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരും, ഇതെങ്ങനെ ചെയ്യണം അല്ലേ? നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. അതായത് ഏറ്റവും ആദ്യം 7 plus 3 ചെയ്യാം, നമുക്കത് 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് 20. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം 7 plus 3 into 2 6 കിട്ടും. ഇങ്ങനെ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും രണ്ട് ഡിഫറെൻറ്റ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മാത്സിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രിസിഡൻസ്. അതായത് സിംഗിൾ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ ഹൗ വി വിൽ ഇവാലുവേറ്റ് ദിസ്. സോ ദ ആൻസർ ഇസ് വി വിൽ ഇവാലുവേറ്റ് ദ ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ഓർ പ്രിസിഡൻസ്. അതായത് ഓരോ ഓപ്പറേറ്ററിനും ഓരോ പ്രിസിഡൻസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ പ്രിസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് വിച്ച് വിൽ കം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ വി ഹാവ് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ഒരു ഓപ്പറേറ്ററാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് ഒരു ഓപ്പറേറ്ററാണ്, പ്ലസ് ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററാണ്. 3 ഓപ്പറേറ്റർ ഉണ്ട്. നമ്മുടെ പ്രിസിഡൻസ് റൂൾ അനുസരിച്ച് ഈ 3 ഏറ്റവും ഹയസ്റ്റ് പ്രിസിഡൻസ് അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഇതിനാണ്. ഇനി പ്ലസിനാണ് സെക്കൻഡ് ഹയസ്റ്റ് പ്രിസിഡൻസ് ആൻഡ് അസൈൻമെൻറ്റിനാണ് ഈ ഒരു എക്സ്പ്രഷനിൽ ലീസ്റ്റ് പ്രിസിഡൻസ് വരുന്നത്. സോ സ്റ്റാർ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം, അതായത് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഏറ്റവും ആദ്യം പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം അഡീഷൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മളവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആക്ച്വൽ ആയിട്ടുള്ള ഈ ഓപ്പറേഷൻ നടക്കേണ്ടത്? ആദ്യം 3 into 2 നമ്മൾ ചെയ്യുന്നു, 6 കിട്ടും. അതിനുശേഷം 6നോടൊപ്പം 7 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. ഈ 13 എന്ന് പറയുന്ന വാല്യൂ വേണം എക്സ് എന്ന് പറയുന്നതിലേക്ക് അസൈൻ ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസിഡൻസ് എന്ന് പറയുന്ന ടേമാണ്. അതായത് when we have an expression which contains different type of operators, the operators must be executed based on their precedence. അല്ലേ? അപ്പോൾ ഹയസ്റ്റ് പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ വേണം ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം അതായത് പ്രിസിഡൻസിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ വേണം നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. എല്ലാ ഓപ്പറേറ്ററിനും പ്രിസിഡൻസ് ഉണ്ട് കേട്ടോ. എവറി ഓപ്പറേറ്റർ ഹാസ് എ പ്രിസിഡൻസ്. പക്ഷേ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിൽ ഇത് ഈ 3 ഓപ്പറേറ്റേഴ്സിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രം. ഇനി മറ്റൊരു കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്, അസോസിയേറ്റിവിറ്റി. അതായത് ഇതിലിപ്പോൾ 3 ഡിഫറെൻ്റ് ഓപ്പറേറ്ററാണ്, 3നും 3 പ്രിസിഡൻസ് ആണ്. സപ്പോസ് ഒരു എക്സ്പ്രഷനിലല്ലേ സെയിം പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സെയിം പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ തന്നെ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? അപ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ഓപ്പറേറ്റർ റൂൾസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതിനെല്ലാം തന്നെ ഒരേ പ്രിസിഡൻസ് ആണ്. അതിനേക്കാളും പ്രയോറിറ്റി ഇത്തിരി കുറവാണ് നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും. അതിനേക്കാളും കുറച്ചും കൂടെ കുറവാണ് നമ്മുടെ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിന്. അതിനേക്കാളും കുറവാണ് നമ്മുടെ റിലേഷൻ, അത് ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പോലെയുള്ളതിന്.
അതിനേക്കാളും കുറവാണ് ഈക്വാലിറ്റി. അങ്ങനെ എങ്ങനെയാണ് പ്രസിഡൻസിൻ്റെ റൂള് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 കാര്യം മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇനി എനിക്കൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അതിന് പറയുന്നത്, ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് മാറ്റിയാണ്. അതിന് പറയുന്നത് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 9 - 12/3 + 3 × 2 - 1. ഇതാണ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് വിചാരിക്കുക. 9 - 12/3 + 3 × 2 - 1. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ നോക്കുന്നു. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പ്രസിഡൻസ് നോക്കുമ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് മൈനസ് വരുന്നുണ്ട്, ഡിവിഷൻ, പ്ലസ്, ഇൻറ്റു, മൈനസ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഡിവിഷൻ എന്ന് പറയുന്നതിനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനുമാണ് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ ഇതിന് രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്, അല്ലെങ്കിൽ സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് നമ്മുടെ എക്സ്പ്രഷനിൽ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, അതാണ് അസോസിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഓരോ പ്രസിഡൻസിനും ഓരോ അസോസിയേറ്റിവിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെ അവരെ എക്സിക്യൂട്ട് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അതോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ. ഇതിൻ്റെ അസോസിയേറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി ഇവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതും ലെഫ്റ്റ് ടു റൈറ്റ് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. അതായത് ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 സെയിം പ്രസിഡൻസ് ആണ്. ഈ 2 ലെഫ്റ്റിൽ വരുന്നത്, അതായത് ഏറ്റവും ആദ്യം കാണുന്നത് ഏതാണോ, ലെഫ്റ്റ് സൈഡിൽ ഏതാണോ ഉള്ളത്, ഈ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് വേണം ഏറ്റവും ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ. അതിനുശേഷം മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് വേണം ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ. അതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഡിവിഷൻ, അതായത് 12/3 ആണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ 9 ഞാൻ ഇങ്ങോട്ട് തന്നെ എടുത്ത് എഴുതുകയാണ്. 12/3 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് 4 പ്ലസ് അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 × 2 വി വിൽ ഗെറ്റ് 6 - 1. എഗെയിൻ എന്ത് ചെയ്തു, 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ 3 ഓപ്പറേറ്റേഴ്സിൻ്റെയും പ്രസിഡൻസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിൻ്റെയും അസോസിയേറ്റിവിറ്റി വരുന്നത്. ഞാൻ നേരത്തെ എഴുതിയിരുന്നു. അപ്പോൾ ലെഫ്റ്റിൽ ഏറ്റവും ആദ്യം ഏതാണോ വരുന്നത്, സ്കാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് 9 - 4 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് പെർഫോം ചെയ്യേണ്ടത്. 5 വന്നു, ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതുകയാണ്. ഇനി അടുത്തത് നോക്കുമ്പോൾ എഗെയിൻ പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസിനും സെയിം പ്രസിഡൻസ് ആണ്. അതിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുമ്പോൾ 5 + 6 അതാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ 11. അടുത്തത് അങ്ങനെ തന്നെ എഴുതി. ലാസ്റ്റ് 11 - 1 10. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 കോൺസെപ്റ്റുകളാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത്, പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. പ്രസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we have an expression which contains different operators, then the operators are evaluated based on their precedence. അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് സെയിം പ്രസിഡൻസ് ഉള്ള ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൽ ഈ ഒരു ഓപ്പറേറ്റേഴ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് അസോസിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഓരോ പ്രസിഡൻസും ഉണ്ട്, അസോസിയേറ്റിവിറ്റി ഉണ്ട്. അതെല്ലാം നമുക്കിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഞാനത് പിന്നെ പറയാം.